സംഘികൾക്ക് വന്ദേമാതരം പാടാൻ അറിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഒന്ന് കേട്ടു നോക്കണം. ചിരിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സംശയാം മലയാം സുബ്രത ജ്യോതിഷം പുൽകിസ്യാം വന്ദേ മാതരം പുൽകിസത സുമിത ദുമൽ സുനാമീം സുഹാസിൻ സുമന്ദ്ര ഭുസ്മാനി വന്ദേ മാതരം. കുലുക്കി സർബത്ത് കഴിഞ്ഞോ? കുലുക്കി സർബത്ത് കഴിഞ്ഞോ? എന്നാ വേറൊരു കാര്യം പറയട്ടെ. വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു നേതാവ് പോലും ഈ സംഘികളുടെ കൂട്ടത്തിൽ നേതാവായിട്ടില്ല. ഇനി അഥവാ സംഘികളുടെ കൂട്ടത്തിൽ വിവരവും വിദ്യാഭ്യാസമുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ ആ ചാണകക്കുഴിയിൽ എന്ന് കാലുകുത്തുന്നോ അതോടുകൂടി ഇതുപോലുള്ള അന്തംഗമ്മികളായിട്ട് മാറും. പിന്നെ വർഗീയത പറഞ്ഞ് പൊലിപ്പിക്കാനല്ലേ ഇത്രയും വിവരവും വിദ്യാഭ്യാസമൊക്കെ മതിന്ന് വെച്ചോ. അപ്പൊ ഇങ്ങനെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നേതാക്കന്മാരുടെ അനുയായികളാണ് മുസ്ലിങ്ങളെ കൊണ്ട് ജയ് ശ്രീറാം വിളിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംഖ്യകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സംഖ്യകളെ ശ്രീരാമനെ വിളിച്ചിട്ട് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല, ശ്രീരാമൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് കിട്ടിയിട്ടില്ല അവർക്ക് തന്നെ. അതുകൊണ്ടാണ് ഇവര് ഈ സംഖ്യകള് മറ്റുള്ള മതക്കാരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നത് നിർബന്ധിച്ചിട്ട്. മനസ്സിലായോ? പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം അതിന്റെ ആവശ്യമില്ല. മറ്റുള്ള മതക്കാരെ കൊണ്ട് അള്ളാഹു അക്ബർ വിളിയടാ എന്ന് പറയേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്കില്ല. കാരണം അള്ളാഹു എന്നത് ഉണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. അതാണ് സംഖ്യകൾക്കും മുസ്ലിങ്ങൾക്കുള്ള വ്യത്യാസം. മനസ്സിലായ? എന്തിനാടാ ഇതിന്റെ ഇടയിൽ കൂടെ ഇത് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. പറയേണ്ട സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.